കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടിവിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒ എന്ന അക്ഷരത്തെക്കുറിച്ചാണ്. പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ ആയിട്ടുള്ള ഈ ആൽഫാബറ്റിൽ പെടുന്നതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വശ്യതയാക്കാൻ, മറ്റുള്ളവരെ സ്നേഹത്തിലടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു അക്ഷരത്തോട് കൂടിയ ഒരാളാണ്. വളരെ പാവം സ്വഭാവം എന്ന് കാണിക്കപ്പെടുന്നതായിട്ടുള്ള ആളും കൂടാണ്. എന്നാൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ സാർത്ഥതാ മനോഭാവം കാണിക്കുന്ന ആൾക്കാരുമാണ്. ഇവർ യാത്രകളും സുഹൃബന്ധങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആകർഷണീയത ഇവർക്ക് കൂടുതലായിരിക്കും. അറ്റാച്ച്മെൻറ്റ്സ് ഒരാളോടല്ലാതെ മറ്റൊരാളോടും, ഒരാളോടല്ല മറ്റൊരാളോടും ഇങ്ങനെ അറ്റാച്ച്മെൻറ്റും ഇഷ്ട സ്നേഹവും ഒക്കെ വളരെയധികം കൊടുക്കുക. സ്ത്രീക്ക് പുരുഷനോടാണെങ്കിലും പുരുഷന് സ്ത്രീയോടാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞും വരും. ജീവിത ബാന്ധാവിൽ, ജീവിത വഴിയിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരവസ്ഥയുള്ള ഒരു അക്ഷരം കൂടാണ് ഒ എന്ന് പറയുന്ന അക്ഷരം. തമാശകളും കാര്യങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ ഇവരുടെ മനസ്സിലുണ്ട്. അതുപോലെ അവർ സംസാരിക്കുകയും ചെയ്യും. സംസാരിച്ച് ഏതൊരാളുടെയും വിശ്വസ്തത പിടിച്ചു പറ്റാൻ കഴിവുള്ള ആൾക്കാരോടാണ് ഈ ഒ എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ. കർമ്മനിരതരാണ്. ഏത് കാര്യത്തിലും അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കത്തക്കതായിട്ടുള്ള ഒരവസ്ഥ. ഏത് കാര്യത്തിലിറങ്ങിയാലും അതിൻ്റെ വൈദഗ്ധ്യം. ഒരു കമ്പനി ജോലിയാണെങ്കിൽ അവിടുത്തെ മുൻതൂക്കം കാണിക്കപ്പെടുന്നതായിട്ടുള്ളൊരവസ്ഥ. അവരെ കണ്ടാൽ അത്രയൊന്നും തോന്നത്തില്ലെങ്കിൽ അവിടെ പ്രവൃത്തിയിൽ അവർ ഭയങ്കരമായിട്ടുള്ള ആശ്രിതത്വം. ആരും അവരെ ആശ്രയിച്ചു പോകും. അങ്ങനെയുള്ള ഒരു വശ്യതാ സ്വഭാവത്തോടു കൂടിയ അക്ഷരത്തോടു കൂടിയ ആൾക്കാരാണ് ഒ എന്ന് പറയുന്ന അക്ഷരം. വളരെ സന്തോഷങ്ങൾ, എപ്പോഴും ഒരു സന്തോഷ ചിത്താധികാരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും. എവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഓജസ്സും തേജസ്സും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ കുടുംബ ഛിദ്രങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ചെറിയ നിസ്സാര കാര്യങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിനും സന്തതി സന്താനങ്ങൾക്കും ഒക്കെ ഒരു വ്യഗ്രത ഉണ്ടായി. ചിലപ്പോൾ ഒറ്റപ്പെടുന്ന പോലായിട്ട് ഒക്കെ ഇരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ ഈ ഒ എന്ന് പറയുന്ന നക്ഷത്രത്തിൽപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ തനിച്ച് താമസിക്കുക, തന്നെത്താൻ പാചകം ഇപ്പം പുരുഷനാണെങ്കിൽ തന്നെത്താൻ പാചകം ചെയ്തു ഒക്കെ തനിച്ച് ജീവിക്കുക. അതുപോലെ തനിച്ച് സ്ത്രീകളാണ് തനിച്ച് ജീവിക്കുക. മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ, ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടു. അതുപോലെ രോഗദുരിതങ്ങളും ഇവരെ കൂടുതൽ അലട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും പാരമ്പര്യ സത്വത്തായിട്ടുള്ള മിക്കവാറും ഉള്ള രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഊർജ്ജസ്വലരായിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. എല്ലാവരുടെ മുമ്പിൽ സന്തോഷവും ഒക്കെ കാണിക്കുക. സഹതാപം കാണിക്കേണ്ടത് സഹതാപം, സന്തോഷം കാണിക്കേണ്ടത് സന്തോഷവും, കൗശലം കാണിക്കേണ്ടത് കൗശലവും ഒക്കെ കാണിക്കുന്നതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ആൾക്കാരാണ് ഓയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.